എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സാറിനാണ്. കഴിഞ്ഞ ക്ലാസ് നമുക്ക് വാരിക്കോസ് വെയിനെ പറ്റിയിട്ടായിരുന്നു. എന്താണ് വാരിക്കോസ് വെയിൻ, അതിനെ നമ്മൾ അട്ടയെ കൊണ്ട് ഘടിപ്പിച്ചുകൊണ്ടൊക്കെ കാര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. അന്ന് കുറേ പേര് ചോദിച്ച കാര്യമാണ്, എന്താണ് അപ്പോൾ വാരിക്കോസ് വെയിന്റെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ചികിത്സാ രീതികൾ. കാരണം പലർക്കും ഇപ്പോഴും വിചാരം വാരിക്കോസ് വെയിനിന്റെ ചികിത്സ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ആണ് എന്നുള്ളതാണ്. അതിനോടുള്ള പേടി കൊണ്ടാണ് പലരും ഇങ്ങനെയുള്ള കപട വൈദ്യന്മാരുടെ അടുത്ത് എത്തിപ്പെടുന്നത്. ഇപ്പൊ ഈ അട്ട ചികിത്സ, ഹിജാമ എന്നൊക്കെയുള്ള കപട ചികിത്സകരുടെ അടുത്ത് നിങ്ങൾ എത്തുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം ഓപ്പറേഷൻ വേണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ്, അതിനോടുള്ള പേടി കൊണ്ടാണ്. അനസ്തീഷ്യ വേണ്ടേ, അനസ്തീഷ്യക്ക് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ലേ എന്നൊക്കെയുള്ള പേടി കാരണമാണ് പലരും ഇങ്ങനെയുള്ള തട്ടിപ്പിന് ഇരയാകുന്നത്. സോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാരിക്കോസ് വെയിനിന്റെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ആദ്യമേ പറയുകയാണ്, വാരിക്കോസ് വെയിനിന്റെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സ ഓപ്പറേഷൻ അല്ല. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ വളരെ റെയർ ആയിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓപ്പറേഷൻ അല്ലാതെയുള്ള ഡേ കെയർ സർജറീസ്, അതായത് രാവിലെ വന്ന് നിങ്ങൾ അഡ്മിറ്റ് ആയിട്ട് വൈകുന്നേരം ഓപ്പറേഷൻ അല്ല, ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് പോകാവുന്ന രീതിയിലുള്ള അത്രയും നൂതനമായിട്ടുള്ള ചികിത്സാ രീതികളാണ് ഇന്ന് വാരിക്കോസ് വെയിനിന് ഉള്ളത്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വാരിക്കോസ് വെയിൻ എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് നമ്മുടെ കാലിലുള്ള വെയിനുകളിലെ രക്തം താഴെ നിന്ന് മുകളിലേക്ക് വരാൻ സഹായിക്കുന്ന വാൽവുകൾ കേടുവന്നിട്ട് രക്തം താഴെ, അതായത് നമ്മുടെ കാലിൽ തന്നെ കെട്ടിക്കിടക്കുന്ന അശുദ്ധ രക്തം നമ്മുടെ കാലിൽ തന്നെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് വാരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. സോ അതിന്റെ ഒന്നാമത്തെ പല പല ചികിത്സകളിൽ ഒരു ടൈപ്പ് ചികിത്സ പറയുന്നത് വിനാസീൽ എന്ന് പറയുന്ന ഒരു ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഈ തടിച്ച വെയിൻ ഉണ്ടല്ലോ, ആ വെയിനിന്റെ ഉൾഭാഗം അങ്ങ് ഒക്ലൂഡ് ചെയ്യും. അതായത് ആ ഉൾഭാഗത്തെ അങ്ങ് ഒട്ടിക്കും. സോ ആ വെയിന് കംപ്ലീറ്റ്ലി അങ്ങ് ഇല്ലാതെയാവും. സോ വാരിക്കോസ് വെയിൻ എന്ന് പറയുന്നതും ഡിസപ്പിയർ ചെയ്യും. സോ വിനാസീൽ എന്ന് പറയുന്ന ഒരു ഗ്ലൂ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ ഇന്ന് വളരെയധികം പ്രചാരത്തിലുള്ളതാണ്. രണ്ടാമത്തെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അബ്ലേഷൻ. അബ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ട് ആ വെയിനിന്റെ ഉൾഭാഗത്തെ ഒക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് അബ്ലേഷൻ എന്ന് പറയുക. രണ്ട് ടൈപ്പ് അബ്ലേഷൻസ് നടത്താറുണ്ട്. എൻഡോവീനസ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻസ് നടത്താറുണ്ട്, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻസ് നടത്താറുണ്ട്, എൻഡോവീനസ് ലേസർ അബ്ലേഷൻസ് നടത്താറുണ്ട്. അതായത് രണ്ട് ടൈപ്പ് അബ്ലേഷൻസ് ആണ്, ലേസർ അബ്ലേഷൻ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. അതിപ്പോ എന്താണ് ഏതാണെന്നൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. സോ ഇതിൽ ചെയ്യുന്നത് ഒരു കെമിക്കൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഒരു കറണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇൻഫ്ലമേഷൻ ആ ഒരു വെയിനിൽ ഉണ്ടാക്കിയതിനു ശേഷം ആ വെയിനിന്റെ ഉൾഭാഗം, ഇതിനൊക്കെ ചെയ്യുന്നത് ഒരേ ഒരു പ്രൊസീജിയറാണ്, വെയിനിന്റെ ഉൾഭാഗത്തെ ഒക്ലൂഡ് ചെയ്യുക. അതായത് വെയിനിന്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന രക്തം കെട്ടിക്കിടക്കാൻ പറ്റാത്ത രീതിയിൽ അതിന്റെ ഉള്ളിലുള്ള വെയിൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ, ഈ വെയിനിന്റെ ഉള്ളിലുള്ള ഈ ഒരു ലൂമനെ അങ്ങ് ഒക്ലൂഡ് ചെയ്യുക, ഇങ്ങനെ അങ്ങ് ലൂമൻ ഇല്ലാതെയാക്കുക. അതാണ് ഈ പറയുന്ന വിനാസീൽ എന്ന് പറയുന്ന ഗ്ലൂ ട്രീറ്റ്മെന്റിലും റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനിലും ലേസർ അബ്ലേഷനിലും എല്ലാം നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം ഡേ കെയർ പ്രൊസീജിയേഴ്സ് ആണ്. രാവിലെ വന്ന് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ലോക്കൽ അനസ്തീഷ്യയിലാണ്, നിങ്ങളെ ബോധം കെടുത്തുവോ അല്ലെങ്കിൽ ജനറൽ അനസ്തീഷ്യ തരികയോ ഒന്നും വേണ്ട, ലോക്കൽ അനസ്തീഷ്യയിലാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. രാവിലെ വന്ന് അഡ്മിറ്റ് ആയാൽ വൈകുന്നേരം നിങ്ങൾക്ക് പ്രൊസീജിയർ കഴിഞ്ഞ് പോവാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ രീതിയിലുള്ള ചികിത്സകൾ. അപ്പോൾ ഇനി ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പറേഷൻ നമ്മൾ പണ്ട് ചെയ്തിരുന്നത്, അതായത് ഇങ്ങനെയുള്ള ഇപ്പൊ ഈ വാൽവിന്റെ പ്രശ്നമാണല്ലോ, അപ്പൊ ആ വാൽവിന്റെ ആ ഭാഗത്തെ അങ്ങ് കെട്ടും, അവിടെ അങ്ങ് ലൈഗേറ്റ് ചെയ്യും. അപ്പോൾ ആ മുകളിലേക്കുള്ള രക്തം വരുന്നത് അല്ലെങ്കിൽ അവിടെ കെട്ടിക്കിടക്കുന്നത് ആ ഒരു വെയിനിലേക്ക് രക്തം പോവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ രക്തം കെട്ടിക്കിടക്കുകയും ഇല്ല. സോ അതായിരുന്നു പണ്ടത്തെ രീതി, പണ്ടത്തെ ഇതിന് വാരിക്കോസ് വെയിന്റെ സർജറി. പക്ഷെ ഇപ്പൊ നമ്മൾ അങ്ങനെ സർജറികളൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് ഇപ്പൊ അതിന്റെ ഏറ്റവും നൂതനമായിട്ടുള്ള ചികിത്സാ രീതി. ഇനി ഇതുകൊണ്ട് മാത്രം നമുക്ക് വാരിക്കോസ് വെയിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുമോ ചോദിച്ചാൽ ഇല്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇത് ആരിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, കുറേ നേരം നിൽക്കുന്ന അല്ലെങ്കിൽ കുറേ നേരം കാല് തൂക്കിയിടുന്ന, നമുക്ക് ഗ്രാവിറ്റിയിൽ നമ്മളിങ്ങനെ കുറെ നേരം നിൽക്കുന്ന ആളുകൾക്കാണ് ഇത് വരിക. അപ്പൊ അതായത് കണ്ടക്ടർമാര്, അങ്ങനെ നിന്ന് ജോലി ചെയ്യുന്നവര്. സോ അത് നമ്മൾ മാറ്റാൻ ശ്രദ്ധിക്കണം. കാര്യം ഇത് ഈ ഓപ്പറേഷൻ എല്ലാം അല്ലെങ്കിൽ ഈ പ്രൊസീജിയർ എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെയും അതേ ജോലി തന്നെ അതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് വരും. സോ അപ്പൊ എന്തെങ്കിലും രീതിയിൽ ഒരു മാറ്റം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്താൻ ശ്രദ്ധിക്കണം. പിന്നെ ലിംബ് എലിവേഷൻ, കാല് പൊക്കി വെച്ച് കിടക്കുക, രാത്രിയൊക്കെ കാല് പൊക്കി വെച്ചിട്ട്, അതായത് 1-2 തലയണ വെച്ചിട്ട് വല്ലാണ്ട് പൊക്കരുത് കേട്ടോ. ഒരു 45 ഡിഗ്രി 30 ഡിഗ്രി 45 ഡിഗ്രി ഒരു ഇതില് തലയണ വെച്ചിട്ട് നമ്മൾ പതുക്കെ പൊക്കി കിടക്കുന്നത്. അതെന്തിനാ? അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, നമ്മുടെ ഗുരുത്വാകർഷണം കൊണ്ട് തന്നെ ആ പറയുന്ന കെട്ടിക്കിടക്കുന്ന ബ്ലഡ് തിരിച്ച് ഒഴുകി നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തും. സോ അതിനുവേണ്ടി നമുക്ക് ലിംബ് എലിവേഷൻ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അതിന്റെ കൂടെ തന്നെ ഇത് ചികിത്സാ രീതി അല്ലാതെ അതിനെ നമ്മൾ സഹായിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ക്രീപ്പ് ബാൻഡേജ്, നമ്മൾ പ്രഷർ ബാൻഡേജ്, നമ്മൾ പലപ്പോഴും ഇതൊക്കെ ചെയ്തവരുണ്ടാവും, വാരിക്കോസ് വെയിൻ ഉള്ള ആളുകളിൽ പ്രഷർ ബാൻഡേജ് കെട്ടാറുണ്ട്. അതെന്തിനാണ്? ഇതേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ പ്രഷർ കൊടുത്തിട്ട് ആ കെട്ടിക്കിടക്കുന്ന രക്തത്തെ പതുക്കെ താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രഷർ ബാൻഡേജ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ ഇതൊക്കെയാണ്
വാരിക്കോസ് വെയിനിന്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സ. ഇനിയിപ്പോ ഒരു കാര്യം ഞാൻ പറയാം, വാരിക്കോസ് വെയിൻ 100% ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല. അത് എന്ത് ചികിത്സ വന്നാലും. കാരണം ഇത് നിങ്ങളുടെ വെയിനിന്റെ ഉള്ളിലുള്ള പ്രഷർ കൂടുന്നത് കൊണ്ടാണ് ഈ വാരിക്കോസ് വെയിൻ ബേസിക്കലി വരുന്നത്. സോ അത് കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ച് മാറ്റാൻ ഒരു 95% നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ ഒരു ചെറിയ ശതമാനം രണ്ടാമതും അത് വീണ്ടും വരാനുള്ള സാധ്യത ഒരു ചെറിയ ശതമാനം അവിടെ എപ്പോഴും ഉണ്ട്. അത് നമ്മൾ ഇതിന്റെ ചികിത്സയുടെ സമയത്ത് തന്നെ എല്ലാവരോടും പറയുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ചികിത്സാ രീതികൾ. ഇനി എന്തെങ്കിലും ഇതിനെപ്പറ്റി സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതൊക്കെ ചെയ്താൽ ആ ഭാഗത്തുള്ള വെയിൻ ഫംഗ്ഷൻ കുറയില്ലേ? അത് ആ വെയിൻ അല്ലെങ്കിലേ ഫംഗ്ഷൻ ചെയ്യുന്നില്ല. ആ വെയിൻ അല്ലെങ്കിലേ ഫംഗ്ഷൻ ചെയ്യാതെ അതിൽ വെറും അശുദ്ധ രക്തം കെട്ടിക്കിടക്കുകയാണ്. അത് വർക്ക് ചെയ്യാത്ത വെയിനാണ്. സോ അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ആ അശുദ്ധ രക്തം കെട്ടിക്കിടന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടുത്തെ സ്കിന്നിന്റെ കളർ മാറും, അവിടെ അൾസറുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ വാരിക്കോസ് വെയിൻ ഉള്ളത്. അപ്പോൾ ആ വാരിക്കോസ് വെയിനിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ അതിന്റെ ലൂമിനെ കംപ്ലീറ്റ് ആയിട്ട് ഒക്ലൂഡ് ചെയ്ത് കളയുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരേ ഒരു മാർഗം. നമുക്ക് രണ്ടാമത് ആ വെയിനെ തിരിച്ചു കിട്ടാനുള്ള വഴിയില്ല. ഓൾറെഡി അത് ഫങ്ഷൻലെസ് ആണ്. ഓക്കെ, അപ്പൊ ഇനി വാരിക്കോസ് വെയിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ചികിത്സാ രീതികളെ പറ്റിയിട്ട് അങ്ങനെ സംശയങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 മിനിറ്റിൽ അത് ദൂരീകരിക്കാം സംശയങ്ങൾ. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ, അതാണ് ഞാൻ പറഞ്ഞത്. ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ പറഞ്ഞാൽ ഇത് ആദ്യം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആർക്കാ വരുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണ് ഇതിന്റെ പ്രശ്നം? നമ്മുടെ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി താഴെ നിന്ന് മുകളിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തേണ്ട അശുദ്ധ രക്തം കൊണ്ടുവരേണ്ട വെയിനുകള്, ധമനികളില് അതിന്റെ ആ വാൽവിന്റെ ചില ലീക്ക് കാരണം ഈ അശുദ്ധ രക്തം കാലിൽ കെട്ടിക്കിടക്കുന്നതാണ് ഇതിന്റെ പ്രശ്നം. സോ നമ്മൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന ആളുകൾക്ക് നമുക്ക് ഒരു ലോജിക് ഉപയോഗിച്ചാൽ മനസ്സിലാവും. ഇങ്ങനെ നിൽക്കുന്ന ആളുകളുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് അഗെയിൻസ്റ്റ് അല്ലേ നമ്മൾ നിൽക്കുന്നത്. സോ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടും. സോ മാക്സിമം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ ഇടയ്ക്കൊന്ന് നടക്കാനും അല്ലെങ്കിൽ കാല് പൊക്കി വെക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. ഒരേ നിൽക്കുന്ന ജോലിക്കാര്, ഇപ്പൊ പോലീസുകാര്, പാറാവ് നിൽക്കുന്ന ജോലിക്കാര് അല്ലെ, കണ്ടക്ടർമാര്, ഇവർക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കുറവാ. സോ പക്ഷെ നിങ്ങൾ അത് മനഃപൂർവ്വം, കണ്ടക്ടർക്ക് ആക്ച്വലി ഒരു സീറ്റ് ഉണ്ട് ബസ്സില്. സോ നമുക്ക് ഏത് സമയത്ത് നിൽക്കുക എന്നുള്ളതല്ല, പറ്റുമ്പോഴൊക്കെ നിങ്ങൾ ഇരിക്കുക, കാലുകൾ അനക്കിക്കൊണ്ടിരിക്കുക, കാലുകൾ ഒന്ന് പൊക്കി വെക്കുക. അപ്പൊ അങ്ങനെ കാലിന്റെ മൂവ്മെന്റ് ഉണ്ടാക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ് അത് വരാതിരിക്കാനുള്ള ഒരു വഴി. ഓപ്പറേഷൻ ചെയ്താൽ നോക്കൂ ചാന്ദിനി, ഞാൻ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്പറേഷൻ അല്ല എന്നാണ് പറഞ്ഞത്. ഇത് ഓപ്പറേഷൻ അല്ല, ഇതൊക്കെ ചെറിയ ചെറിയ പ്രൊസീജിയറുകളാണ്. റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ആയാലും ലേസർ അബ്ലേഷൻ ആയാലും വിനാസിലായാലും ഒക്കെ ഇത് ഓപ്പറേഷൻ അല്ല, ചെറിയ പ്രൊസീജിയർ, ഒരു പ്രൊസീജിയർ എന്ന് മാത്രമേ ഇതിന് പറയാൻ പറ്റൂ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 5-10% വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പെർമനന്റ് പരിഹാരം എന്ന് പറഞ്ഞിട്ടൊരു പരിഹാരം ഇല്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഒരു തിരിച്ചു വരാനുള്ള ഒരു റിക്കറൻസ് പറയുന്ന ഒരു സാധ്യത വാരിക്കോസ് വെയിന് എപ്പോഴും ഉണ്ട്. കാരണം നിങ്ങളുടെ വെയിനിന്റെ പ്രഷർ, വീനസ് ഹൈപ്പർടെൻഷൻ എന്ന് പറയും, വെയിനിന്റെ പ്രഷർ കൂടുന്നതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം, ഇങ്ങനെ രക്തം താഴെ പോയിട്ട് അടിഞ്ഞ് കൂടാനുള്ളത്. സോ അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒന്നല്ല. അത് നിങ്ങളുടെ വെയിനിന്റെ പ്രഷർ ഓൾറെഡി കൂടുതലാണ്. സോ അങ്ങനെയുള്ള ആളുകൾക്ക്, വളരെ ചെറിയൊരു ശതമാനം ആളുകൾക്ക് വീണ്ടും വരാനുള്ള ഒരു സാധ്യത ഇല്ലാതില്ല കേട്ടോ. പക്ഷേ നമുക്കൊരു 90% നമുക്ക് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യമല്ലേ. നിങ്ങൾ വാരിക്കോസ് വെയിൻ ചികിത്സിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അത് വളരെ മോശം. വാരിക്കോസ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കും വാരിക്കോസ് അൾസർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കും പോവും. ശരിക്കും ഷുഗറും പ്രഷറൊക്കെ ഉള്ള ആളുകളിൽ ആ അൾസർ ഒരിക്കലും ഹീൽ ചെയ്യില്ല. പലപ്പോഴും ആളുകളുടെ കാലൊക്കെ മുറിച്ചു കളയേണ്ടി വരും, ആംബ്യൂട്ടേഷനൊക്കെ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് വരെ ഇങ്ങനെയുള്ള അൾസറുകൾ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ബെറ്റർ ടു കൺസൾട്ട് വാസ്കുലർ ജനറൽ സർജൻ, രണ്ടുപേര് ആരായാലും കുഴപ്പമില്ല കേട്ടോ. വാസ്കുലർ സർജനെ വേണമെങ്കിലും കാണിക്കാം, ഇല്ലെങ്കിൽ ജനറൽ സർജൻ ഡോക്ടറെ കാണിച്ചാലും കുഴപ്പമില്ല. സ്ക്ലീറോതെറാപ്പിയും ഇത് തന്നെയാണ് സമീർ ചെയ്യുന്നത്. സ്ക്ലീറോതെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആ ലൂമൻ ഒക്ലൂഡ് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ്. അതും വാരിക്കോസ് വെയിനിൽ നമ്മൾ ചെയ്യാറുണ്ട്, സ്ക്ലീറോതെറാപ്പി. യെസ്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സംശയങ്ങളൊക്കെ കഴിഞ്ഞോ? ഇപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റിട്ടോ, വാരിക്കോസ് വെയിൻ, അതിന്റെ ചികിത്സാ രീതികൾ, ഈ ഒരു ടോപ്പിക്കിലാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു 1 മിനിറ്റിന്റെ ഉള്ളിൽ ഇട്ടാൽ നന്നായിരുന്നു.
ഹൗ മെനി ഡേയ്സ് റെസ്റ്റ് ആഫ്റ്റർ പ്രൊസീജിയർ? നോർമലി അങ്ങനെ ജിബി റെസ്റ്റ് ഒന്നും വേണ്ടി വരാറില്ല. ഞാൻ പറഞ്ഞല്ലോ, രാവിലെ വന്ന് നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് വൈകുന്നേരം പോവാവുന്ന ചികിത്സാ രീതികളാണ്. വലിയതായിട്ടുള്ള രീതിയിലുള്ള റെസ്റ്റ് ഒന്നും വേണ്ട. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ പറയുന്ന രീതിയിൽ നമ്മൾ കാല് പൊക്കി വെക്കലും അതുപോലെ തന്നെ ബാൻഡേജ് ചുറ്റലും ഒക്കെ അവർ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. അത്രയേ ഉള്ളൂ. ഇതിന് ഏത് വിഭാഗം ഡോക്ടറാണ്? ഇത് ജനറൽ സർജൻ ഡോക്ടറെയോ അല്ലെങ്കിൽ വാസ്കുലാർ സർജൻ, ഈ പറയുന്ന രക്തധമനികളുടെ പ്രധാനപ്പെട്ട അങ്ങനെയുള്ള ആളുകളുണ്ട്, CTVS എന്ന് പറയും, കാർഡിയോതൊറാസിക് വാസ്കുലാർ സർജൻ, അങ്ങനെയുള്ള വാസ്കുലാർ സർജൻസിനെയോ നമുക്ക് കാണിക്കാം. ഇനി ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ സാധാരണ ജനറൽ സർജൻ ഡോക്ടറെ കാണിച്ചാലും മതി. ഓക്കെ, ഇതിന് റിപ്പീറ്റ് ചെയ്യപ്പെടില്ല. ഈ ഒരു ടോക്ക് നമ്മുടെ പേജിൽ വരും, നിങ്ങൾക്ക് ആദ്യം മുതൽ തന്നെ കാണാം. ഇത് ലൈവ് അല്ലേ, അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പലരും മിസ്സായി എന്ന് പറയുന്നുണ്ട്. കാലിന്റെ കറുപ്പ് കളർ മാറില്ലേ? നോക്കൂ, നമ്മുടെ കാലിന്റെ കറുപ്പ് കളർ അവിടെയുള്ള ഡെർമറ്റൈറ്റിസ്, ഈ പറയുന്ന അശുദ്ധ രക്തം കെട്ടിക്കടന്നിട്ട് അവിടുത്തെ സ്കിന്നിന് വരുന്ന മാറ്റമാണ്. പതുക്കെ അത് നമ്മുടെ വാരിക്കോസ് വെയിൻ മാറുന്നതിനനുസരിച്ചിട്ട്, അതായത് നമ്മളത് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ കാലക്രമേണ ആ ഡെർമറ്റൈറ്റിസും പതുക്കെ പതുക്കെ മാറും കേട്ടോ. ഗ്ലൂ തെറാപ്പി നല്ലതാണ്. ഈ ഗ്ലൂ തെറാപ്പിനെയാണ് ഞാൻ വിനാസിൽ എന്ന് പറയുന്നത്. വിനാസിൽ എന്ന് ഞാൻ പറഞ്ഞ ട്രീറ്റ്മെന്റിന്റെ പേര് ഈ ഗ്ലൂ തെറാപ്പിയുടെ വേറൊരു പേരാണ് കേട്ടോ. ആഹാരത്തിൽ എന്തെങ്കിലും ആഹാരം ഇതും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം, തടി കൂടുതലുള്ള, ഒബീസിറ്റി കൂടുതലുള്ള ആളുകൾക്ക് വാരിക്കോസ് വെയിൻ കൂടുതലായിട്ട് കാണാറുണ്ട്. അത് നിങ്ങൾക്ക് അറിയാലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ശരീരഭാരം കൂടുതലായതുകൊണ്ട് തന്നെ. അപ്പോൾ ആഹാരത്തിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം, അതുപോലെ തന്നെ നമ്മുടെ WHO പ്രോപ്പർ ആയിട്ടുള്ള മീൽ നോക്കണം, WHO ഫുഡ് പ്ലേറ്റ് നമ്മൾ ഫോളോ ചെയ്യണം, ജങ്ക് ഫുഡ് ഒഴിവാക്കണം, കാർബണേറ്റഡ് ഡ്രിങ്ക്സുകൾ ഒഴിവാക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ലോകത്ത് അസുഖബാധിതർ കൂടുന്നു, എന്താണ് കാരണം? നോക്കൂ, അതിന് നിങ്ങൾ അസുഖബാധിതർ കൂടുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ കൂടുതലായിട്ട് അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നു എന്ന് പറയണം. പണ്ടൊക്കെ ഈ അസുഖങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇതൊന്നും കണ്ടുപിടിക്കാനുള്ള ചികിത്സിക്കാനുള്ള വഴികൾ ഉണ്ടായിരുന്നില്ല. മരണത്തിന് കീഴടങ്ങുക എന്നുള്ള ഒറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ. പണ്ടൊക്കെ മരണശതമാനം എത്രയായിരുന്നു, അല്ലെങ്കിൽ ലൈഫ് എക്സ്പെക്ടൻസി എത്രയായിരുന്നു, എത്ര വയസ്സ് വരെ അവർ ജീവിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് ചെറിയൊരു അസുഖം വന്നാൽ തന്നെ, ഒരു ചെറിയ തലവേദന വന്നാൽ തന്നെ നമ്മൾ ആദ്യം ഓടുന്നത് ന്യൂറോളജിസ്റ്റിന്റെ അടുത്തേക്കാണ്. സോ ഇന്ന് ഡോക്ടർമാരുടെ സേവനങ്ങളും ടെസ്റ്റുകളും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും കൂടി. അതുകൊണ്ടാണ് രോഗങ്ങളെല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും സാധിക്കുന്നത്. അല്ലാതെ നമ്മൾ പണ്ടത്തെക്കാൾ മോശമായി ഇപ്പോ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കേട്ടോ. ഇന്ന് അതിന്റെ സൗകര്യങ്ങൾ കൂടിയത് കൊണ്ടാണ്. നമ്മുടെ വീടിനടുത്ത് ഒരാൾക്ക് വേരിക്കോസിന്റെ ഒരു വീരൽ കടന്നു പോകുന്ന അത്ര വലിപ്പമുണ്ട്. ഒരുപാട് അയ്യോ എന്തൊക്കെ ചികിത്സ ചെയ്തു എന്നുള്ളതൊന്ന് ചോദിക്കൂ രാജൻ. നമ്മളിപ്പോ ഈ പറഞ്ഞ ചികിത്സകളാണോ, അല്ലെങ്കിൽ ഇവര് പലരും ഇങ്ങനെയുള്ള കപട ചികിത്സകളുടെ അടുത്ത് പോയിട്ട് മാറിയില്ല എന്ന് പറയുന്ന ആളുകളും ഉണ്ട് കേട്ടോ. ഇത് മാറുമോ? മാറും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ആ ഡോക്ടർമാരെ കൊണ്ടുപോയി കാണിക്കണം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ വാരിക്കോസ് വെയിനിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടുള്ള ഇന്നത്തെ ടോക്ക്. സോ അടുത്തൊരു ടോക്കുമായിട്ട് നമുക്ക് വരാം. അപ്പൊ എല്ലാവർക്കും ശുഭദിനം നേരുന്നു, ശുഭരാത്രി നേരുന്നു. ബൈ.